ഇറങ്ങിത്തുള്ളാമോ? ഞങ്ങളിപ്പോൾ റൂമിലാണ്. അപ്പോൾ ഞങ്ങളിന്ന് ധനുഷ്കോടിക്ക് പോകാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഒരു 6:30 ആയില്ല. അതിന് മുമ്പ് ചെന്ന്, പക്ഷേ നടപടിയായില്ല. അവിടെ 5 മണി വരെ ഉള്ളൂ എന്നാണ്. പിന്നെ ഞങ്ങളവിടെ വിട്ട് പോകാൻ പറ്റിയില്ല. തിരിച്ചിങ്ങടെ തന്നെ പോകുന്ന വന്നിട്ട് അവിടെ ഒരു കുറച്ചിങ്ങോട്ട് മാറിയിട്ട് ഒരു റൂം കിട്ടി. അപ്പോൾ ഞങ്ങൾ ഞങ്ങൾ 6 പേരും 3 റൂമിലായിട്ടാണ് സെറ്റായേക്കണത്. ഞാനും മനുഷ്യാവുമാണ് ഇവിടെ. ഞങ്ങൾ ഫുൾ പവർ, ഒന്നും നോക്കാനല്ല. അപ്പോൾ അങ്ങനെയാണ് പോണത്. ഇപ്പം നാളെ ഇപ്പോൾ കാലത്ത് 8 മണിയാകുമ്പോൾ പോകാമെന്നുള്ളൊരു മൈൻഡിൽ നിൽക്കണേ ഞങ്ങൾ. അപ്പോൾ അത് ഫുൾ പവർ ആയിക്കോളൂ ഞങ്ങൾ ധനുഷ്കോടി. പിന്നെ അമ്പലത്തിലൊന്ന് പോകാമെന്ന് വിചാരിച്ച് ഒരു 4:30 മണിക്ക് അപ്പോൾ ഒന്ന് എഴുന്നേറ്റിട്ട് അപ്പോൾ ഇവിടുത്തെ അമ്പലത്തിലൊന്ന് പോകണം. രാമേശ്വര ക്ഷേത്രത്തിലൊക്കെ ഒന്ന് പോയി തൊഴുതിട്ട് നേരെ 8 മണിയാകുമ്പോൾ ഇവിടുന്ന് ഒന്ന് പോയി ധനുഷ്കോടിയൊക്കെ ഒന്ന് പോയി ചുറ്റിക്കറങ്ങി അവിടുത്തെ വീഡിയോസൊക്കെ നേരെ കാണാം. ഇന്നിപ്പോൾ ഗുഡ് നൈറ്റ്, സി ഡ്രീംസ് പറയൂ. ഗുഡ് നൈറ്റ് ഗൈസ്. ഓക്കെ ഗൈസ്, ഓക്കെ, ടാറ്റാ, ബൈ ബൈ. ഞങ്ങളിനി ഇവിടുന്ന് ഇറങ്ങാൻ പോണ്. അപ്പോൾ ഇവിടെ ചായ കുടിക്കണം. ഇവിടെ നേരം വെളുത്തു, അവിടെ നേരം വെളുത്തു എന്ന് അറിയില്ല. ആ ഒരു ഇതിനകത്ത് നിൽക്കാണ്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങാനുള്ള പരിപാടി സെറ്റാക്കി ഇനി നേരെ ധനുഷ്കോടി അവിടെ ചെന്ന് ഉള്ള കാര്യങ്ങളൊക്കെ കാണണം, ഫോട്ടോ എടുക്കണം, എൻജോയ് ചെയ്യണം. എൻജോയ്മെൻ്റാണ് നമുക്ക് ഇതിനകത്ത് വേണ്ടത് മെയിനായിട്ട്. അത് നമ്മൾ എന്തും കൊടുക്കുമോ? മരപ്പണിക്കാരൻ ജസ്റ്റ് നോക്കാം. ഇവിടെ ഒന്നും ആയിട്ടില്ല കേട്ടോ. ഇവിടെ സംസാരിച്ചോണ്ടിരിക്കണം. എവിടെ പോകണം, എങ്ങനെ പോകണം എന്ന് ചർച്ചയിലാണ്. മരപ്പണിക്കാരൻ അവൻ്റെ അച്ഛൻ വിളിച്ചിരുന്നു, പണിക്ക് ചെല്ലാൻ പറഞ്ഞാണ് വിളിച്ചിരുന്നതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇന്ന് എങ്ങനെയാണെന്നറിയില്ല. ഇന്നിപ്പോൾ 1000 രൂപ പോകുന്നുള്ളൊരു ഇതിൽ നിൽക്കുകയാണ് ഞാൻ. അച്ഛൻ പണിക്കാരനാണ്. അപ്പോൾ അത് എത്രത്തോളം ഇനി വീട്ടിൽ ചെല്ലുമ്പോൾ അവനെ കയറ്റുമെന്ന് അറിയില്ല ഗൈസ്. അതെ വിഷമിച്ചിരിക്കുകയാണ്. അതെ പച്ചവെള്ളം ഇറക്കിയിട്ടില്ല എന്നാണ്. രക്ഷയില്ല, അവൻ ബാത്റൂമിലാണെന്ന് തോന്നുന്നു. അപ്പം ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങാറായി. നമ്മുടെ അൻഷാബ് റെഡി. ഇത്രയും വലിയ കട്ട പോസ്റ്റുകാരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് ഇവിടുത്തെ സ്ഥിതിഗതികൾ ഇങ്ങനെയൊക്കെയാണ്. ഒക്കെ സൂര്യനിപ്പോൾ ഉച്ചയിലെത്താറായി. സൂര്യന് വരെ മടി പിടിച്ച് സാഹചര്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ അതെ ഒന്നും ആയിട്ടില്ല, മൂവിങ് ആയിട്ടില്ല. ഇനിയിപ്പോൾ കുറച്ചുകൂടി ആയിക്കഴിഞ്ഞാൽ തിരക്കായി റോഡൊക്കെ. ഇപ്പോൾ അതായത് നമ്മുടെ ഫ്രണ്ടിൽ കാണുന്ന ഒരു ചായക്കടയാണ്. അവിടെ ഇന്നലെ വൈകുന്നേരം പോയി ഒരു ചായ കുടിച്ചിരുന്നു. നല്ല ചായ എന്ന് പറഞ്ഞാൽ ചായക്ക് ഭയങ്കര സ്പെഷ്യാലിറ്റിയാണ്. ഒരു രക്ഷയില്ലാത്ത ചായകളാണ് ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഇവിടുത്തെ പാലിൻ്റെ പ്രത്യേകതയാണ് അത്. ഓക്കെ അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം ബാക്കി വിശേഷങ്ങൾ. ഓക്കെ, ഞങ്ങൾ ചായ കുടിക്കാനുള്ള തത്രപ്പാടിലാണ്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഉണ്ട്, ഫുൾ പവറിലാണ് ചായ കുടിക്കാൻ പോണത്. അൻഷാബ് എവിടെ? ഒറിജിനൽ പറയാൻ പറ്റില്ല. ചായ ഇതിപ്പോൾ എവിടെയാണെന്നൊരു പിടിയില്ല. ഷിയുമോൻ ഇപ്പം അമ്പലത്തിലേക്ക് പോകണ, രാമേശ്വരം അമ്പലത്തിലേക്ക് പോകണ വഴിയാണിത്. എല്ലാവരും മാസ്ക് ഇടേണ്ടതാണ്. മാസ്ക് ഇട്ടിട്ടില്ല. ഓക്കെ, മാസ്ക് ഇല്ലാത്ത ജീവിതമാണ് ഇവിടെ മൊത്തം. ഇവിടെ കൊറോണ ഉണ്ടെന്ന് പോലും ഇവർക്ക് അറിയാൻ പാടില്ല. അപ്പോൾ ആ ഒരു ഇതിലാണ്. അപ്പം ഞങ്ങളും ഒന്നും ഇട്ടിട്ടില്ല. അനീഷ് ഭായി ത്രില്ലിലാണ്. അപ്പോൾ ഇത് എവിടെ കിട്ടും ദോശ എന്നുള്ളൊരു ഇതിനകത്ത് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒന്നൊരു പിടിയില്ല. അപ്പോൾ അത് നോക്കട്ടെ. ഓക്കെ, ഞങ്ങൾക്കൊരു കട കിട്ടിയിട്ടുണ്ട്. ചെറിയൊരു കടയാണ്. അപ്പോൾ ആ ഒരു ഇതിനകത്താണ് ഞങ്ങൾ നിൽക്കുന്നത്. ഷിയുമോൻ യെസ് പറഞ്ഞു.
പറയാനൊന്നുമില്ല, ഇനി കഴിക്കാനുള്ളൂ. അപ്പോൾ അതിനുള്ള തത്രപ്പാടിലാണ്. അതെ 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 അതെ. അപ്പോൾ അൻഷാവാണെങ്കിലും അപ്പോൾ ഞങ്ങൾ പൊറോട്ട വേണ്ട, ദോശ ഇഡ്ഡലി. എനിക്ക് പൊറോട്ടയും ഇഡ്ഡലിയും ഗർഭ, എനിക്ക് ദോശ ഗർഭ. അപ്പോൾ ഒരു ഇതിനകത്ത് പോട്ടെ. അപ്പോൾ എനിക്ക് ദോശ ഗർഭ. അപ്പോൾ അത് പൊറോട്ട കഴിക്കണ്ട, വിശക്കൂല. ഓക്കെ എന്നാൽ ശരി. വെയിറ്റിങ്ങിലാണ്. ഷാവ് പറഞ്ഞ പൊറോട്ട കുത്തിക്കയറ്റാണ്. സൂപ്പറാണോ? ഒന്നും പറയാനില്ല എന്നാണ് അവൻ പറയണത്. പിന്നെ വേറെ എന്ത് പറയാനാണ്? ഏനുണ്ട് പൊറോട്ട? ഏനുണ്ട് അനീഷ? പൊറോട്ട കൊള്ളാം. സനോജ് മായൻകുട്ടി പിന്നെ ഇതിനകത്ത് കൊള്ളാം. നല്ല പൊറോട്ടയാണോ? നല്ല പൊറോട്ട. എല്ലാവരും ഇത് തന്നെയാണ് പറയണത്, നല്ല പൊറോട്ടയാണെന്ന് പറയണത്. ഞാൻ പൊറോട്ട കഴിക്കില്ല, ഞാൻ ദോശയാണ്. അപ്പോൾ ഹിന്ദി അറിയാനും പാടില്ല. കട്ട വെയിറ്റിങ്ങിലാണ് ഞങ്ങൾ. അപ്പോൾ അത് എത്രത്തോളം സെറ്റപ്പ് ആവുമെന്ന് അറിയില്ല, കഴിച്ചു നോക്കി ഇപ്പോൾ പറയാം. ഞങ്ങൾ ചായയൊക്കെ കൂടി കഴിഞ്ഞ് ദോശയ്ക്ക് ഇവിടെ 40 രൂപയാണ് ഞങ്ങളോട് മേടിച്ചത്. പൊറോട്ടയ്ക്ക് 12 രൂപടാ. എന്ത് പൊറോട്ടയായാലും 12 രൂപയാണ് ഇവിടെ. കത്തിയാണ് ദോശയ്ക്ക്, ഇവിടെ കത്തിയാണ്. ആരും ഇവിടെ വന്നു കഴിഞ്ഞാൽ വില ചോദിക്കാണ്ട് സാധനം മേടിച്ച് കഴിക്കരുത്. പ്രത്യേകിച്ച് ദോശയ്ക്ക് 40 രൂപയാണ് ഇവിടെ. അപ്പോൾ ഞാൻ ദോശയാണ് കഴിച്ചത്. എനിക്ക് ഇപ്പോൾ 40 രൂപയാണ് എനിക്ക് ചിലവായത്. ഒരെണ്ണം കഴിച്ചോളൂ, അത് തന്നെ പോതും. അപ്പം അൻഷാവിന് വല്ലതും പറയാനുണ്ടെങ്കിൽ ആ അടിപൊളി. ഷിയുമോൻ പൊറോട്ട അടിപൊളിയായിരുന്നു, പക്ഷെ ദോശ പൈസ കൂടുതൽ. അപ്പോൾ ഇതൊക്കെയാണ് പറയണത്. അതെ, നോക്കി കണ്ടൊക്കെ രാമേശ്വരത്ത് വന്നിട്ട് ദോശ കഴിക്കാം. ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതെ, എല്ലാവർക്കും ഒരു പാഠമായിട്ടിരിക്കും. അതെ 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 അതെ. അനീഷ് എന്തെങ്കിലും പറയാനുണ്ടോ ദോശയെ പറ്റി? വല്ലതും പറയാനോ അല്ലെങ്കിൽ പൊറോട്ട? പറയാനില്ല, പരമാവധി ദോശ ഒഴിവാക്കുന്നത്. അതെ അതെ, 2 ബിരിയാണി കഴിക്കുക. ഞാൻ ആരോഗ്യത്തിന് ഒരു ഇത്. അതെ അതെ. അപ്പൊ എവിടെ ചെന്നാലും ദോശ സൂപ്പർ. എവിടെ ചെന്നാലും ആദ്യം നമ്മൾ എത്ര രൂപ ചോദിക്കാം. ദോശക്ക് എത്രയായിരുന്നു പ്രത്യേകം ചോദിക്കാം. ഓക്കെ ഗൈസ്, ഇത് ഞങ്ങൾ താമസിച്ച വില്ലാസ് എന്നൊക്കെ പറയും അല്ലേ? ഇതൊക്കെ അടിപൊളി. നമ്മുടെ കാറ് സൂപ്പർ, ഒന്നും പറയാനില്ല. അടിപൊളി. ഇതാണ് അടിപൊളി. നമ്മുടെ പിള്ളേർ എല്ലാവരും ചാടിച്ചാടിയാണ് നിൽക്കണത്. അനീഷാണെങ്കിലും അൻഷാബാണെങ്കിലും സനോജാണെങ്കിലും മായൻകുട്ടി പിന്നെ ഒന്നും പറയാനില്ല, ചാടി വെക്കണത്. അപ്പോൾ ഞങ്ങളപ്പോൾ ഇവിടെ പറയുകയാണ് അടുത്ത സ്ഥലത്തേക്ക്. ഓക്കെ. ഹായ് ഗൈസ്, ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നുണ്ട് കോതാണ്ട് രാമക്ഷേത്രം. ഞാൻ എൻ്റെ ഫ്രണ്ടിൽ കാണുന്നത് ക്ഷേത്രമാണത്. വളരെ ഒരു ദ്വീപ് പോലെയാണ് ഇവിടെ. ചുറ്റും കാടും, അതിൻ്റെ നടുക്കൊരു അമ്പലവും, പിന്നെ ഫുള്ള് കടൽ. അത് വേറെ ഇത്. കാക്കകൾ അവരൊക്കെ ഫുള്ള് ഓണിലാണ്. കാക്കകളെല്ലാം ഫുൾ ഓണെന്ന് പറഞ്ഞാൽ ഫുൾ ഓണ് കണ്ടില്ലേ? ഒരുപാടുണ്ട്. ഇതൊരു എന്താ പറയണ, നമ്മുടെ ഫ്രണ്ട് നമ്മുടെ മച്ചാന്മാരെല്ലാവരും ഉണ്ട്. അൻഷാബ്, മായൻകുട്ടി, അനീഷ്, സനോജ്, ഷീമോൻ. വളരെ നല്ല മനോഹരമായ സ്ഥലം. മണലാണ്. ഒരു രാമൻ്റെ ഒരു ബിംബം ഉണ്ട്. നല്ലൊരു ഇതാണ്, ഏരിയയാണ്. ഇതൊക്കെ എന്താണെന്ന് അറിയാൻ പാടില്ല ഗൈസ്. ഇത് മൊത്തം ചുറ്റും അവിടെയൊക്കെ ദ്വീപാണ്. അവിടെയൊക്കെ മൊത്തം ദ്വീപ്. വളരെ നല്ല അടിപൊളി സ്ഥലം. എല്ലാവരും ഉണ്ട്.
അനീഷ് അനീഷ് ആണെങ്കിൽ വീട് പണിക്കുള്ള മണൽ ഇവിടെ തന്നെ കളക്ട് ചെയ്യാവുന്നതാണ്. അതൊരു ഇതാണ്. അവിടെ വന്ന് പൂജകളൊക്കെ ചെയ്യുന്നുണ്ട് ആൾക്കാർ. സൂപ്പർ സ്ഥലം, സൂപ്പർ. അൻഷാബാണ് സൂപ്പർ സൂപ്പർ, ഒന്നും പറയാനില്ല. ഫുൾ പവറിലാണ് നിൽക്കണത്. ഒരു ഫോട്ടോ എടുക്കാം ഗൈസ്. അപ്പോൾ ഷീമോൻ വിളിക്കുന്നുണ്ട് ഒരു ഫോട്ടോ എടുക്കാൻ അവൻ്റെ ഐഫോണിൽ. ഷീമോനാണ് നമ്മുടെ കൂട്ടത്തില് കാശുകാരെന്ന് പ്രത്യേകിച്ച്. അതെ അതെ അതെ, അവൻ ഗൾഫാണ്. പക്ഷെ അതിന്റെ അഹങ്കാരം മുഖത്തില്ലെങ്കിലും ഓക്കെ. ഞങ്ങൾ എത്തിക്കഴിഞ്ഞു ധനുഷ്കോടി എൻഡ്. നമ്മുടെ പിള്ളേർ എല്ലാവരും ചാടി നിൽക്കുന്നുണ്ട്. ഇത് മൊത്തം ഒരു രക്ഷയില്ല കേട്ടോ. അവിടെ ഒരു ദ്വീപ്, മനോഹരമായ ഒരു ദ്വീപ്. ഇപ്പം മായൻകുട്ടിക്ക് അവിടെ പോകണമെന്നാണ്. അപ്പോൾ ഇവനെ തന്നെ വിടാനുള്ള പ്ലാനിലാണ് ഞാൻ. എല്ലാ റിസ്ക് എടുത്ത് അവന് പോകണമെന്നാണ് ആഗ്രഹം. അപ്പോൾ അങ്ങനെ ആവട്ടെ. നിൻ്റെ ബനിയനും ഇതെല്ലാം ഇവിടെ ഊരി വെച്ചിട്ട് നഗ്ന നേരത്തെ പൊക്കോ. ശ്രീലങ്ക എവിടെയാണ്? ശ്രീലങ്ക കണ്ടില്ല. ഇന്ത്യയുടെ മുദ്ര സിംഹം, 3 തലയുള്ള സിംഹം, 3 സാധനം. ഓ രക്ഷയില്ലാട്ടാ. ഇപ്പോഴാണ് ഒരു തിര കാണുന്നത്. ഇപ്പോൾ ആൾക്കാരെല്ലാം അതിനകത്ത് ഇറങ്ങിയൊക്കെയാണ്. ഇവിടെയൊക്കെ പോകുന്നുണ്ട് ആൾക്കാരെല്ലാം. രക്ഷയില്ല. ഞാനും അനീഷും ഫുൾ പവറിലാണ്, ഒരു രക്ഷയില്ല. അപ്പോൾ ഇതാണ് മനോഹരമായ കാഴ്ചകൾ. ഒരു രക്ഷയില്ല. കടൽ ബ്ലൂ. ഇപ്പം ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു മനോഹരമായ രക്ഷയില്ല. ഞങ്ങൾ ഇറങ്ങിയിട്ട് ബാക്കി ഓക്കെ ഗൈസ്. ഓക്കെ എല്ലാം മനോഹരമായിരിക്കുന്നു. ഹായ് ഗൈസ്, ഞങ്ങൾ കടലിലോട്ട് ഇറങ്ങി. ഇനി നമ്മൾ കടലിലെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഇനി കാണാൻ പോകുന്നത്. നല്ല വിശേഷമാണ് കടലിന്. അതെ സൂപ്പർ. അവിടെ ഒരു ദ്വീപുണ്ട്. ആ ദ്വീപിലോട്ട് ആരൊക്കെ പോകുന്നുണ്ട്? ഒരാളെ പറഞ്ഞുവിടാ, മായൻകുട്ടീനെ പറഞ്ഞുവിടാ. അടിപൊളി സൂപ്പർ. ഒന്നും പറയാനില്ല. സൂപ്പർ. രക്ഷയില്ല. ഒന്നും പറയാനില്ല. എന്തെങ്കിലും പറയാനില്ല ഷാബ? ഒന്നും പറയാനില്ല. കിടു. അടിപൊളി. ഇത്രയും മനോഹരമായ കാഴ്ചകളാണ് ഇതിനകത്ത് പകർത്തുന്നത്. ആഹാ, അടിപൊളി വെള്ളം. നല്ല ബ്ലൂ വെള്ളം. ബ്ലൂ അടിപൊളി. അത്ര വലിയ തിരയൊന്നുമില്ല. നല്ല ഇതാണ്. അടിപൊളി കാഴ്ചകൾ ഇങ്ങനെ പരന്നടയ്ക്കുന്നു. നമ്മുടെ പിള്ളേർ ഫുൾ പവറിൽ. ഷിബോൻ ഇറങ്ങാനുള്ള തത്രപ്പാടിലാണ് എല്ലാവരും. അടിപൊളി. രക്ഷയില്ല. ഇവിടെ പരമാവധി എൻജോയ് ചെയ്ത് ഇനി അടുത്ത ബീച്ചിലേക്ക് ഞങ്ങൾ പോവുകയാണ്. മനോഹരമായ കടൽ, എങ്ങും പച്ചപ്പ്. ചെരുപ്പ് ഞാൻ വണ്ടിയിലിട്ടത് ഗൈസ്. മണലാണ്. നമ്മൾ 2 പേര് വരാനുണ്ട്. അമ്മമാരവിടെ പുഷപ്പ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. മായൻകുട്ടി. അടിപൊളി സ്ഥലം, ഒന്നും പറയാനില്ല. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ തന്നെ അത് കൂടുതലായി പോവും ഗൈസ്. അതുകൊണ്ട് പറയാതിരിക്കണതാണ് നല്ലത്. മാങ്ങയും പൈനാപ്പിളൊക്കെ അടിച്ച് കയറ്റണമെന്നാണ് അമ്മയ്ക്ക് പറയണത്.
എന്നിട്ട് തൂറ്റൽ പിടിച്ച് ഞങ്ങളുടെ വണ്ടിയിൽ ഇഷ്ടംമാതിരി ഇരിക്കുകയാണ്. അതെ ഗൈസ്, എന്നിട്ട് തൂറ്റൽ പിടിച്ച് കിടക്കണമെന്നാണ് പറയണത് ഗൈസ്. ഒരിക്കലും സമ്മതിക്കില്ല ഗൈസ്. മാടി മാടി വിളിക്കാന്ന് പറ അവര്. പ്രകൃതി രമണീയമായ സ്ഥലം. ഇപ്പുറത്താണെങ്കിൽ ശ്രീലങ്ക, ഇപ്പുറത്താണെങ്കിൽ ഞങ്ങള് ഇന്ത്യ. എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഒന്നും പറയാനില്ല ഗൈസ്. പൈനാപ്പിള് ഓറഞ്ച് എന്നിട്ടൊക്കെയാണ് മാങ്ങ തണ്ണീർമത്തം എല്ലാം പൊളിച്ച് സെറ്റപ്പ് ചെയ്ത് വെച്ചേക്കണം. ഒരു കാര്യം ഞങ്ങളിപ്പോൾ ചരിത്രം ഉറങ്ങുന്ന മണ്ണിൽ ആണ്. നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് ഒരു പൊളിഞ്ഞ് തകർന്നു പോയ ഒരു ചർച്ചാണ്. നോക്കേ, സൂപ്പർ ചർച്ചാണ്. കൊടുങ്കാറ്റും സുനാമി വന്ന് തകർന്നു പോയ സ്ഥലമാണത്, ചർച്ച്. അടിപൊളി. വെള്ളമൊക്കെ എടുക്കണ്ട്. ഈ വെള്ളം കിണറാണത്. എന്ത് കിണർ വെള്ളം ഉപയോഗിക്കാൻ പറ്റുന്നതാണെന്നാണ് തോന്നുന്നത്. ഓക്കെ ഗൈസ്, വെള്ളം ഉപയോഗിക്കാൻ പറ്റുന്നതാണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ പിന്നെ വെള്ളം എടുക്കില്ലല്ലോ. ചർച്ച് പൊളിഞ്ഞ് കരിപ്പടമായി. പെട്ടുണ്ടോടാ? എന്താ ചെയ്യാ കേസ്, കണ്ടില്ലേ അവസ്ഥ? എൻ്റെ അമ്മോ കേസ്, ഒന്നും പറയാനല്ല കേസ്. ഓഫ് ചെയ്യോ ഗൈസ്, നിർത്തോ ഗൈസ്, ഫോട്ടോ എടുക്കട്ടെ. ഇത് കാണും വേണ്ട. ഇതാണ് സൂപ്പർ എന്ന് പറയുന്നത്. ഇതാണ് സൂപ്പർ സ്ഥലമാണ്, സൂപ്പർ. ഒന്നും പറയാനില്ല. സൂപ്പർ. അതൊക്കെ എന്തോ ഇതൊക്കെയായിരുന്നു, അതൊക്കെ പൊളിഞ്ഞ് തകർന്നു പോയി. ഒന്നും ചെയ്യാൻ പറ്റില്ല. മരപ്പണിക്കാരൻ്റെ ഒരു അവസ്ഥ, റേഞ്ചില്ല എന്നാണ് പറയുന്നത്. ഇവന്റെ അവസ്ഥ ദയനീയവും. കണ്ടാ, ദേശത്തെ ഫ്രീക്കനാണ് എന്ന് അവൻ വിശേഷിപ്പിക്കുന്നു. കണ്ടാ, അവന്റെ ചെരുപ്പ്, കൂളിംഗ് ഗ്ലാസ്, ഷർട്ടാണ് അവൻ ഇട്ടേക്കണത്. കണ്ടാ, നിക്കറും ഷർട്ടും. അതാണ് അവന്റെ ഇത്. അതാണ് ഫ്രീക്കൻ, ദേശത്തെ ഫ്രീക്കൻ, ഒരേ ഒരു ഫ്രീക്കൻ. കണ്ടാ, പള്ളി, നമ്മുടെ പള്ളി, എന്ത് പള്ളി. പക്ഷെ അവന് വിശക്കുന്നുണ്ടെന്നൊക്കെയാണ് കേട്ടത്. അവസ്ഥയാണത്. നമ്മുടെ ഫ്രണ്ടിൽ കാണുന്നത് സ്കൂളാണ്. നമ്മുടെ ഷിയുമോനാണ് പറഞ്ഞത് അതൊരു സ്കൂളാണെന്ന്. എനിക്കറിയില്ല. അതെ, പൊരിയും വെയിലത്ത് നിന്ന് ഷിയുമോനും അനീഷും സാഹസ്യവും നിഗൂഢതവുമായ രീതിയിൽ ഫോട്ടോ എടുക്കുന്നു. ഇവനൊക്കെ എന്ത് പറയാനാ, ചാട്ടക്ക് അടിക്കണം, ചാട്ടക്ക്. ഓക്കെ ഗൈസ്, ഇതൊക്കെയാണ് കാണേണ്ടത്. കൂടുതലൊന്നും പറയാനുമില്ല, പ്രവർത്തിക്കാനുമില്ല. അപ്പോൾ ഞങ്ങൾ ഒരു സ്ഥലത്ത്, ഒരു ഷെഡാണിത്. എന്തോ ഷെഡാണ്, കടയുടെ എന്തോ ഇതൊക്കെയാണ്. കണ്ടില്ലേ, സാമഗ്രികളൊക്കെയാണ്. മീൻകടയല്ല, അതെ മീൻകടയാണെങ്കിൽ മീനിൻ്റെ പണം ഉണ്ടാവും. അല്ല, ഇതെന്തോ ഇതാണ്. എന്തോ ആയിക്കോട്ടെ. അവൻ പൊരി വെയിലത്ത് പ്രാന്തനെ പോലെ അങ്ങാടും ഇങ്ങാടും അലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സ്വന്തം ഭാര്യയെ കടലിൻ്റെ എരമ്പൽ കേൾപ്പിക്കുകയാണ് ഗൈസ്. ഒരു രക്ഷയുമില്ല. കടകളുണ്ടെന്നാണ് പറയുന്നത്. അവൻ വെറുതെ തള്ളി വിടുകയാണ് ഗൈസ്. ഇവിടെ ചുറ്റും കടലാണ് ഗൈസ്. ഇവിടെ ഒരു രക്ഷയില്ല. ഇവന് എന്തൊക്കെയോ പുലമ്പേണ്. ഇന്നലെ അവൻ ഉറങ്ങിയിട്ടില്ല ഗൈസ്. ഇപ്പൊ 2 പട്ടികളെ കിടപ്പുണ്ട്. മിക്കവാറും എന്തോങ്കിലും ചിലപ്പോൾ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ ഗൈസ്, എല്ലാം അടുത്ത ഇതിനകത്ത് കാണാറുണ്ട്. നമുക്ക് അടുത്ത സ്ഥലത്ത് എത്തുമ്പോൾ ബാക്കി വിശേഷങ്ങൾ. ഓക്കെ. മനോജ് പറയുന്നത് ഇനി ഓടി എത്തണമെന്നാണ് പറയണ. അപ്പൊ അനീഷ് പറയുന്നത് എന്തായാലും തേനി ഇങ്ങോട്ട് വരില്ലല്ല എന്നാണ് അനീഷ് പറയുന്നത്.
അവൻ പറയണത് യാഥാർത്ഥ്യമാണ്. മണ്ടനായ സനോജ് ഇതെല്ലാം വിശ്വസിക്കുകയാണ്. അപ്പം ഞങ്ങൾ ഇവിടുന്ന് വിട പറയാണ് അടുത്ത സ്ഥലത്തേക്ക്. മായൻകുട്ടിയാണ്. അപ്പോൾ ഇത് കണ്ട, ഇത് കച്ചവടക്കാരാണ്. കണ്ട അതെ, ശംഖി തീർത്ത എല്ലാ സംഭവങ്ങളും ഉണ്ട്. കണ്ടതെ, ശംഖിൽ തീർത്ത എന്തൊക്കെയോ ഉണ്ട്, എനിക്കറിയില്ല ഗൈസ്. ഞങ്ങൾ ഇവിടുന്ന് പോയിട്ട് കുറച്ച് പൈനാപ്പിൾ വണ്ടിയിൽ ഞങ്ങൾ പോന്നപ്പോൾ എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല വിശപ്പൊന്നുണ്ട്. അതെ കുറച്ചാണ് നീങ്ങിയിട്ട് ഒരു കാട് അനീഷ്, അതായത് ഘോരവനം എന്നാണ് അനീഷ് പറയണത്. അപ്പൊ അവിടെ ചെന്നിട്ട് തരിക്കുകയാണ്. അതെ, അപ്പൊ മായൻകുട്ടിയാണ് അതിന്റെ എല്ലാ ഇതും. പൈനാപ്പിൾ ചെത്താൻ അവന് മാത്രമേ കഴിയുള്ളൂ എന്നാണ് അവൻ തന്നെ പറയണത്. അപ്പൊ ഞങ്ങള് പറഞ്ഞ് അത് വേണ്ടാന്ന് പറഞ്ഞു. അപ്പൊ അവന് ഒരേ വാശി, പൈനാപ്പിൾ ചെത്തണമെന്ന്. അതെ, ശരിയെന്ന് ഞങ്ങളും ഒരു കൊച്ചു ബാലന്റെ ഒരു ഒരു ഇതാണ്. അപ്പൊ അത് നമ്മൾ സാധിച്ചു കൊടുക്കാം. ഇത് എവിടെയുണ്ട് ഗൈസ്, ഒരുപാട് ഐറ്റംസ് ഇവിടെ കാണാം നമുക്ക്. ശംഖി തീർത്ത ഓരോ മെറ്റീരിയൽസാണ് ഇവിടെ കാണുന്നത്. ഇതൊക്കെ എന്താണ് ഗൈസ്? എൻ്റെ പയ്യന്മാരാണ്, എൻ്റെ മുതലാളിമാരാണെന്ന് തോന്നുന്നു. മുതലാളിമാരാണോ നിങ്ങൾ ഈ കടയുടെ ഓണർ? ഇവർ പെരിയ ഓണർ, ചിന്ന കൗണ്ടർ. ഓക്കെ ഗൈസ്, അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്നും പോകണത്. ഇപ്പോൾ ഒരു കട, അതെ ഒരുപാട് ഐറ്റംസൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം മേടിക്കണം ഗൈസ്. ഇവരെ ഒന്ന് സഹായിക്കണം ഗൈസ്. ഇതെല്ലാം ഗൈസ്, അയ്യോ ആ പയ്യനെ പറ്റിക്കാണ് ഗൈസ്. സനോജ്, ദേശത്തിൻ്റെ അപമാനതാരമായ സനോജ് ആ കടയിൽ കയറി ആ പിള്ളേരെ പറ്റിക്കാൻ നോക്കിയാണ്. പാവപ്പെട്ട പിള്ളേരാണ് സനോജേ, ഇങ്ങോട്ട് പോരെ. കണ്ട ഇവിടെയൊക്കെ ഉണ്ട്, കടകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അടുത്ത ഇനത്തേക്ക് പോട്ടെ. സനോജ് കൊച്ചിന് മാല വള എന്തൊക്കെ മേടിക്കാൻ നിൽക്കണ്ട്, പക്ഷേ ഒന്നും മേടിക്കണമൊന്നുമില്ല. അപ്പോൾ നമ്മളെ വീഡിയോയിലൊന്നും കാണാനായിട്ട് ജസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് വന്ന് നിൽക്കുകയാണ്. കണ്ട മീന എന്തൊട്ട് സാധനം ഉണ്ടാക്കി വെച്ചാണ്, മീൻ ഗൈസ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ വാങ്ങട്ടെ. സമയം എത്ര മണിയായിടാ അൻഷാബേ? 10:30 മണിയായി. ഇവിടെ എന്തോ ഇതൊക്കെ ഉണ്ട് കഴിക്കാനും പിടിക്കാനും. വെറുതെ അത് വെറുതെ ഒന്നും മേടിക്കാനല്ല ഗൈസ്. അതെ ബൈക്കിൽ യാത്രയാണ് ഇവിടെ. അടിപൊളി. ഓക്കെ ഗൈസ്, നമ്മൾ പോവുകയാണ്. ഓക്കെ ഗൈസ്, സനോജിനെ നമ്മളിവിടെ വിട്ടിട്ട് പോവുകയാണ്. ഇവിടെ വല്ല മരപ്പണി ഉണ്ടെങ്കിൽ വന്ന് ഇതൊക്കെയാണ് ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാം. അവന് ഇങ്ങനത്തെ പണിയൊക്കെ പറ്റും. കണ്ടാ അതൊക്കെ ചെയ്യട്ടെ അവൻ. അവിടെ എന്തോ ഇതുണ്ടായിരുന്നു കേട്ടോ, എന്താ സംഭവം എന്നറിയില്ല അവിടെ. അപ്പോൾ ഓക്കെ എന്നാ.